എൽ ഡി എഫും യു ഡി എഫിൻ്റെ ആ എൽ ഡി എഫിനും യു ഡി എഫിനും രണ്ട് തലവേദനകൾ ഉണ്ടാക്കുന്ന രണ്ട് നേതാക്കന്മാർ. പേരിൽ രണ്ടിനും ഏകദേശ സിമിലാരിറ്റി. പറഞ്ഞു വന്നത് മറ്റാരുമല്ല, കെ സുധാകരനും ജി സുധാകരനും. രണ്ട് പാർട്ടിക്കും അവസാന നിമിഷങ്ങളിൽ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതായത് രണ്ട് വിമതശല്യം ഭയങ്കര, അത് വളരെ വോയിസ് വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജി സുധാകരനും കെ സുധാകരനെയും കുറിച്ചാണ്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അതായത് ഈ ജി സുധാകരൻ കെ സുധാകരനില്ല, ഒരാൾ കണ്ണൂർ ഭാഗം, ഒരാൾ ആലപ്പുഴയിലെ ജനകീയ നേതാവ്. രണ്ടുപേരെയും ഒരു കാലത്ത് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന നേതാവായിരുന്നു കേട്ടോ. ഏകദേശം ഒരു വർഷം മുമ്പ് വരെ ഈ രണ്ട് നേതാക്കന്മാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ആദ്യം നമുക്ക് ജി സുധാകരൻ്റെ കാര്യം എടുക്കാം. വളരെ കഴിവുറ്റ നേതാവ്, വളരെ അദ്ദേഹം എന്ത് പ്രസംഗിക്കുന്ന സമയത്തും ഒരു വ്യത്യസ്ത രീതിയിലാണ് പ്രസംഗിക്കുക. വളരെ ചടുലമായ സംസാര രീതി, വളരെ അഗാധ പാണ്ഡിത്യം, പ്രസംഗത്തിന്റെ ശൈലി തന്നെ വളരെ ഡിഫറൻ്റ് ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി എന്താ പറയുക, CPM വളരെയേറെ ആനുകൂല്യങ്ങളും വളരെയേറെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലേ? രണ്ടിലേറെ തവണ MLA സ്ഥാനം, മറ്റ് പാർട്ടിയുടെ മറ്റ് സ്ഥാനമാനങ്ങളെ ഒരുപാട് അർഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 2021 കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അതായത് സിറ്റിംഗ് മന്ത്രിമാരെയൊക്കെ ഒഴിവാക്കിയ ആ കൂട്ടത്തിൽ അദ്ദേഹവും പെട്ടു. പിന്നീടാണ് ഇവര് അപ്പോഴേക്കും ഏകദേശം പ്രായമാകുമല്ലോ, ഏകദേശം 75 മേലെയായി, ഏകദേശം 78 എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ വീണ്ടും അധികാരം അല്ലെങ്കിൽ വീണ്ടും ഇലക്ഷൻ, വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുക പാർട്ടിയിലായി. ശരിക്കും ഓരോ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് വ്യക്തി അവിടെ ഒന്നുമല്ല. പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഒരു വ്യക്തിക്ക് അവിടെ പ്രാധാന്യമുള്ളൂ. അതാണ് നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അത് തമിഴ്നാട് രാഷ്ട്രീയം പോലെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുന്ന ഒരു ഇതൊന്നും അല്ല കേരളം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് മറ്റേ വ്യക്തിപ്രഭാവമൊക്കെ അവിടെ എത്ര വലിയ വ്യക്തിപ്രഭാവമാണെങ്കിലും പാർട്ടി അവിടെ പിന്തുണച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നില പരുങ്ങല്ലാണ്. അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് മറ്റേ കെ കരുണാകരൻ അല്ലേ, പുതിയ പാർട്ടി ഉണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും അവസാനം വയസ്സുകാലത്ത് ബോധോദയം ഉണ്ടായി. വേഗം ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്, വേഗം കോൺഗ്രസിലേക്ക് തന്നെ ഓടി. അതുകൊണ്ടൊരു അർഹിക്കണ പ്രാധാന്യം ചാകണ സമയത്തെങ്കിലും കിട്ടി. അല്ലെങ്കിൽ ആ കരുണാകരൻ അതിനേക്കാൾ ഇതായി മാറി തന്നെ, ഒരു ചതിയനായിട്ട് വഞ്ചകനായിട്ട് മാറി തന്നെ. അപ്പോൾ നമ്മുടെ ജി സുധാകരൻ അദ്ദേഹം ഇതിന് ശേഷം അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, അദ്ദേഹത്തിനെ അവിടെ ആരും അടുപ്പിക്കുന്നില്ല, ജില്ലാ കമ്മിറ്റിയിലും മറ്റേതിലൊന്നും അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പരാതികളും എല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം മറ്റേ ഇലക്ഷന് സ്വതന്ത്രനായി നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. മൊത്തം അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥ. ഇതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല നേട്ടമുണ്ടോ? ഒരു നേട്ടമില്ല. ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് എന്താണ്? ആ ഇമേജ് കൊണ്ട് ഈ വഞ്ചകം എന്നുള്ള രീതിയിൽ പൂൺ ചെയ്യും. പ്രത്യേക തരം പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒതുക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് സൈലന്റ് ആയിരിക്കുക നല്ലത്. എന്നാൽ പ്രായവും ആരോഗ്യവും വലിയൊരു ഘടകമാണല്ലോ. പിന്നെ അദ്ദേഹം ഈ എത്തീസമൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ആത്മീയതയിലേക്കും അമ്പലം പള്ളി കൊണ്ടൊക്കെ നടക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ ഏകദേശം അദ്ദേഹത്തിന് തീരുമാനമായി. അദ്ദേഹമാണ് ഇപ്പം വീണ്ടും LDFന് പാരിയായിട്ട് വന്നിരിക്കുന്നത് അമ്പലപ്പുഴയിൽ. ഓക്കെ. അപ്പം ആ ഒരു തലവേദന LDFനുണ്ട്. LDFന് അതൊരു തലവേദനയല്ല, എന്നാലും എന്താ പറയുക, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമല്ലോ, കുറച്ച് വോട്ടെങ്കിലും ഭിന്നിപ്പിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണൂരിലെ കെ സുധാകരൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു. എന്താ പറയുക, കണ്ണൂർ രാഷ്ട്രീയം പറഞ്ഞാൽ നമുക്കറിയാം, CPMന്റെ തട്ടകം കുത്തുള്ള ഏരിയ. ആ ഏരിയയിൽ വളർന്ന ഒരു നേതാവാണ് അല്ലേ? അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കെ സുധാകരനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം KPSC പ്രസിഡന്റ് ആക്കി. KPSC പ്രസിഡന്റ് ആക്കിയ സമയത്ത് എല്ലാവർക്കും വളരെ, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എല്ലാവരും വളരെയേറെ സന്തോഷിച്ചു, പ്രത്യേകിച്ച് യുവാക്കള്. പിന്നീട് വളരെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ പിന്നോക്കം അധികം പതുക്കെ പോകാൻ തുടങ്ങി. പിന്നീട് MP ആയി കണ്ണൂരിൽ. വീണ്ടും അദ്ദേഹം
അവിടെ മത്സരിക്കണം, മറ്റേ കണ്ണൂരിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ MP ആണ്, സിറ്റിംഗ് MP ആണ്. സിറ്റിംഗ് MP എന്ന് മത്സരിക്കേണ്ട എന്നുള്ള ആ ഒരു ആർജവം കോൺഗ്രസ് എടുക്കുന്നുമില്ല. അപ്പൊ വീണ്ടും കോൺഗ്രസിന് തലവേദനയായിട്ട് മറ്റേ സുധാകരനും അവിടെ രംഗത്താണ്. അതൊരു ഒഴിയ പാതയായിട്ട് മാറി. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള വിമതരൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പാർട്ടിയെ സ്നേഹിക്കുന്ന രണ്ട് കൂട്ടർക്ക്, CPI-CPM വളരെയേറെ സ്നേഹിക്കുന്ന കൂട്ടർക്ക് ഇതൊരു കണ്ടിട്ട് ഒരു വളരെ സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. കാരണം അവരുടെ അർഹിക്കുന്ന കാലഘട്ടങ്ങളിലും അവരുടെ ആകുന്ന കാലങ്ങളിലൊക്കെ ഈ രണ്ടാളുകൾക്കും പാർട്ടി ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പദവികൾ രണ്ട് കൂട്ടർക്കും ഒരുപാട് കൊടുത്താണ്. പിന്നീട് അവസാന കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് പിരിഞ്ഞ് വേറൊരു പാർട്ടിയിൽ ചേരാൻ നിൽക്കുക, വേറെ സ്വതന്ത്രനായി മത്സരിച്ച് വെല്ലുവിളിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് വളരെ മോശകരമായ ഒരു കീഴ്വഴക്കമാണ്. ഇവരെ സ്നേഹിക്കുന്ന ആളുകൾക്കും വളരെയേറെ സങ്കടകരമായ അവസ്ഥയായിരിക്കും. എന്നാൽ പിന്നെ ഇവർക്ക് പിന്നീട് വല്ല നേട്ടം കിട്ടുമോ? ഒരു നേട്ടം കിട്ടില്ല. ഇനിയിപ്പോൾ പാർട്ടി തിരിഞ്ഞു നോക്കില്ല. മരണശേഷം എന്താണ് ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴിഞ്ഞു വെച്ചിട്ട് അവസാനം ഒരു ചതിയും വഞ്ചകം എന്നുള്ള ഒരു ഇത് കിട്ടും. സുധാകരൻ്റെ അവസ്ഥ തന്നെ. അതായത് ഇത്രയും എന്താ പറയാ, അവിടെ കണ്ണൂർ പറഞ്ഞാൽ തന്നെ അറിയാലോ ഒരു കൊലപാതക രാഷ്ട്രീയമാണ്. അവിടെ CPM ശരിക്കും വെല്ലുവിളിച്ച് ഏകദേശം 6ഓളം കൊലപാതക ശ്രമങ്ങളിൽ നിന്ന് അധികം രക്ഷപ്പെട്ടാണ്. അവിടെ അത്രയും വിട്ടുമുട്ടാണ് നമുക്കറിയാം. അവിടെ നിന്ന് വന്ന ഒരു നേതാവാണ് അദ്ദേഹം. വീണ്ടും എന്താ പറയുക, ഗ്രാഫ് ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് താഴേക്ക് പോവാന്ന് പറയുന്ന സമയത്ത് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുന്നു, ഇനിയിപ്പോൾ BJPക്ക് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുന്നത്. അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഈ രണ്ട് സുധാകരന്മാരും രണ്ട് പാർട്ടിക്കും വളരെയേറെ അവമതിപ്പ് അല്ലെങ്കിൽ പാർട്ടിയുടെ ഇത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടു കൂട്ടർക്കുന്ന വല്ല നേട്ടം ഉണ്ടാവും, രണ്ടു കൂട്ടർക്ക് നേട്ടവുമില്ല. മൊത്തം ഇതുവരെ ഉണ്ടാക്കിയ ഇമേജുകൾ കംപ്ലീറ്റ് പോകുന്നൊരു അവസ്ഥയാണ്. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുങ്ങി വീട്ടിലിരിക്കുക നല്ലത്. ഓർമ്മയും ബുദ്ധിയൊക്കെ പോയതിന് ശേഷം പിന്നെയും ആ ഒരു പഴയ വീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നത് അവസ്ഥ വളരെ പരിതാപകരമാക്കും. ഇപ്പോൾ രണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് രണ്ടും ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഗുണവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സുധാകരന്മാരും റീതിങ്ക് ചെയ്യുക, അവിടെ നിന്ന് പിൻവലിച്ച് ബാക്കിയുള്ള പുതിയ ആളുകൾക്ക് ബാക്കിയുള്ളവർ എന്താ ചെയ്യട്ടെ വേണ്ടി ഇതാക്കുക. അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരാളെന്ന് പറഞ്ഞാൽ സിറ്റിംഗ് MP ആണ്, മറ്റയാളെ പിന്നെ ഒരു വർഷമായിട്ട് ആ പാർട്ടിനെ വെല്ലുവിളിച്ച് നടക്കണമുണ്ട്. അപ്പം മൊത്തം ഈ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇതുപോലുള്ള ആളുകൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇമേജ് തന്നെ പോകും. ഇത്രയും കാലം പാർട്ടിയിൽ നിന്ന് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗങ്ങൾ കംപ്ലീറ്റ് അല്ലേ, പല കൊലപാതക ശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഇത്രയും ചടുലതയോടെ വന്ന് ഇത്രയും പാർട്ടിയിൽ അവർക്കും നല്ല പങ്കുണ്ട്. ഇപ്പോൾ CPM വളർത്തിയതിൽ ഏറ്റവും കൂടുതലല്ല ഒരു പങ്ക് അദ്ദേഹത്തിനും ഉണ്ട് ചരിത്രത്തിൽ. അതുപോലെ തന്നെ സുധാകരനും UDF വളർത്തുന്നതിൽ സുധാകരന് നല്ലൊരു പങ്കുണ്ട്. പിന്നീട് അത് രണ്ടും മാറി അവസ്ഥ വളരെ പരിതാപകരമായി ആകുന്ന സമയത്ത് പാർട്ടിയെ സ്നേഹിക്കുന്ന രണ്ടു കൂട്ടരിലും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വളരെ സങ്കടകരമായ അവസ്ഥ സംജാതമാകും. അപ്പോൾ അവരെ വീണ്ടും റീതിങ്ക് ചെയ്യുക. പാർട്ടി ഇല്ലാതെ നിങ്ങളെ വ്യക്തികളെ ഒന്നും അല്ലാന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുള്ളൂ. പാർട്ടി കൈവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളെ വരും സീറോ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല ഡിഫറൻ്റ് ആയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ